ഗ്ലാഡിയേറ്റർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു ഗംഭീര സിനിമയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ, ഞാൻ ഏറ്റവും അധികം തവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മുൻനിരയിലുള്ള സിനിമയാണ്. അതിൽ കേന്ദ്ര കഥാപാത്രം മാക്സിമസ്, അദ്ദേഹത്തിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. രാജ്യമെമ്പാടും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കൊളോസിയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മിനി യുദ്ധങ്ങൾ സംഘടിപ്പിക്കുകയാണ് അവിടുത്തെ രാജാവ്. ഒരുപാട് പൊളിറ്റിക്കൽ കഥകളൊക്കെ വേറെ പറയാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അവിടേക്ക് വരുന്ന ഒരു പോരാളിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എത്തപ്പെട്ട ഒരാളാണ് മാക്സിമസ്. തൻ്റെ മുന്നിലേക്ക് എത്തിയ ഒരു വലിയ പോരാളിയെ തോൽപ്പിച്ചതിന് ശേഷം അയാൾ നീതിയുടെ അവസാന വാക്കെന്ന് അക്കാലങ്ങളിൽ വിശ്വസിച്ചിരുന്ന രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ജനങ്ങളെല്ലാവരും ആക്രോശിക്കുന്നുണ്ട് അയാളെ കൊല്ലു എന്ന്. അയാളുടെ മുമ്പിൽ വീണ് കിടക്കുകയാണ് അയാളെ എതിരിടാൻ വന്ന ആൾ. അപ്പോൾ അവിടുത്തെ രാജാവും പറയുന്നുണ്ട്, ജസ്റ്റ് ഗോ ഫോർ ദ കിൽ. അന്നേരം തൻ്റെ കയ്യിലിരുന്ന കോടാലി, ആയുധം, അത് മാക്സിമസ് വലിച്ചെറിയാണ്. കൊല്ലാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് നേരിട്ട വേദനകളും എൻ്റെ മുന്നിൽ ഇയാൾ കാണിച്ചതെല്ലാം ഞാനങ്ങ് വിട്ടുകളയാണ്, എനിക്ക് ഇയാളെ കൊല്ലണ്ട. കുറേ നേരം അവിടെ ഉണ്ടായിരുന്ന കാണികൾ മുഴുവൻ നിശബ്ദരാവും. പിന്നീട് കൂട്ടത്തിൽ ആരോ ഒരാൾ വിളിച്ചു പറയും, മാക്സിമസ് മേഴ്സിഫുൾ എന്ന്. കാരുണ്യവാനായ മാക്സിമസ്. അയാൾക്ക് സത്യത്തിൽ അവിടെ എല്ലാവരും പറയുന്നത് പോലെ ഇയാളെ കൊന്നിട്ട് പോവാം. അങ്ങനെ കൊന്നിട്ട് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്ന് മാത്രമായിട്ട് അയാൾ മാറിപ്പോയേനെ. പക്ഷേ എതിരാളിയെ കൊല്ലാതെ വിടുമ്പോൾ അയാൾ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളായിട്ട് മാറുകയാണ്. മറ്റെല്ലാവരേക്കാളും കരുണയുള്ളവനായിട്ട് മാറുകയാണ്. അയാൾ അങ്ങനെ ചെയ്യുന്നതിന് സിനിമയിൽ വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനോട് സമാനമായിട്ടുള്ള ഒരു രംഗം ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ 91ാം ജന്മവാർഷിക ദിനത്തിനോടനുബന്ധിച്ച് ഒരു ചടങ്ങ് നടന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന 9 സിനിമകൾ കൂടിച്ചേർന്ന ഒരൊറ്റ സിനിമ, ഒരു ആന്തോളജി, അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ഒരു ആഘോഷ പരിപാടി. ആ 9 സിനിമയുടെയും ഭാഗമായ ആളുകൾ, അത് വിതരണത്തിനെടുത്തിരിക്കുന്ന ZTV, വേറെയും മാധ്യമ പ്രവർത്തകർ, അങ്ങനെ ഒരു വലിയ സദസ്സ് നോക്കി നിൽക്കെ സംഭവിച്ചൊരു കാര്യമാണ്. ഓരോ സിനിമകളുടെയും ഭാഗമായിട്ടുള്ള ആളുകളെയൊക്കെ സ്റ്റേജിൽ വിളിച്ച് ഒരു മൊമെൻറ്റോ കൊടുത്തു. അവിടെ വന്നതിന്, ഇതിൻ്റെ ഭാഗമായതിന് ഓർത്തിരിക്കാൻ, വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റോ. അത് കൊടുക്കുന്ന സമയത്ത് ജയരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ സംഗീത സംവിധായകനായിരുന്ന രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് കയറാനാകുമോ എന്ന് സംശയമാണ്. കാരണം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് കാലിന് ബുദ്ധിമുട്ടുണ്ട്, സ്റ്റേജിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്. എന്തായാലും അങ്ങനെ സ്റ്റേജിൽ വിളിച്ചു കയറ്റി ഒരു മൊമെൻറ്റോ കൊടുക്കുന്ന പരിപാടി ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മൊമെൻറ്റോ കൊടുത്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആ വേദിയിൽ മുൻനിരയിലിരിക്കുകയായിരുന്ന ആസിഫ് അലിയോട് ആ മൊമെൻറ്റോ കൊടുക്കാൻ അവതാരിക ആവശ്യപ്പെടുന്നു. ജുവൽ മേരിയാണ് ആ റോള് കൈകാര്യം ചെയ്തത്. ആസിഫ് അലി ഒട്ടും മടി കാണിക്കാതെ അദ്ദേഹത്തിനോടുള്ള ആദരവോടുകൂടി എണീക്കുമ്പോൾ അദ്ദേഹത്തിനെ കൈകൂപ്പിക്കൊണ്ട് എണീക്കുന്ന അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു താൻ ഈ പുരസ്കാരം കൊടുക്കാൻ പോകുന്നത് വളരെ വിലപ്പെട്ട ഒരാൾക്കാണ് എന്നുള്ളത്. എന്തായാലും ആ മൊമെൻറ്റോ കൈപ്പറ്റി അത് രമേശ് നാരായണൻ കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം ആസിഫ് അലിയിൽ നിന്ന് അത് എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു മട്ടിൽ നിൽക്കുന്നു. അദ്ദേഹം പിന്നീട് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മെമൻറ്റോ സ്വീകരിക്കുകയും ദൂരെ മാറിയിരിക്കുകയായിരുന്ന സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം വാങ്ങുന്നത് പോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. പിന്നീട് ഇതൊരു വിവാദമാവുകയുണ്ടായി. ആസിഫ് അലിയെ പരിഗണിച്ചില്ല, അദ്ദേഹത്തെ തൃണവൽഗണിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ. തീർച്ചയായും അതൊരു വലിയ തെറ്റായിട്ടാണ് എനിക്കും അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു മനുഷ്യനെ ക്യാൻസൽ ചെയ്ത് കളയുക, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു പുരസ്കാരം കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിനേക്കാൾ വലിയ ആളാണോ ചെറിയ ആളാണോ എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു സമ്മാനമാണ്. അത് കിട്ടുന്നതിലെ സന്തോഷമാണ്. ആരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതൊരു വിഷയമല്ല. മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാവരെയും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നമുക്ക് ഈക്വലായിട്ട് കാണാൻ പറ്റണ്ടേ. അതിൽ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ഒരു അനീതിയാണെന്നും ആസിഫ് അലി എന്ന വ്യക്തിയോട് ആ സമയത്ത് അദ്ദേഹം കാണിച്ചത് വളരെ മോശമായ ഒരു കാര്യമാണെന്നും തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ ഫുൾ ചടങ്ങിരുന്ന് കണ്ടു. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആസിഫ് അലി എന്ന വ്യക്തിക്ക് ഏറ്റ മുറിവ്. അതിൽ നമുക്ക് സങ്കടമുണ്ട്. അതിന് രമേശ് നാരായൺ എന്ന വ്യക്തി മാപ്പ് പറയേണ്ടതാണ്. പക്ഷേ ആ മാപ്പ് ആവശ്യപ്പെടുമ്പോഴും രമേശ് നാരായൺ എന്ന കലാകാരനെ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരുപാട് പോസ്റ്റുകളും മീമുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ ആരാ, ആസിഫ് അലി ആയിട്ടുള്ളൊരു പ്രശ്നം വന്നതിന് ശേഷം ഇയാളെ 4 പേര് അറിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ 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 മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആസിഫ് അലിയോട് രമേശ് നാരായൺ എന്ത് ചെയ്തോ അതിനേക്കാൾ മോശമായിട്ടാണ് രമേശ് നാരായണനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പിന്നെ പ്രതികരിക്കാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഞാനും ആ പ്രോഗ്രാം മുഴുവനായിട്ടിരുന്ന് കണ്ടു. രമേശ് നാരായണന് മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് തീർച്ചയായും കൊടുക്കേണ്ടതാണ്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് അനൗൺസ് ചെയ്ത ജുവൽ മേരി സന്തോഷ് നാരായണൻ എന്നാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ജുവൽ മേരി അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു വീഡിയോ, ഒരു സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിൽ അവർ മാപ്പ് പറയുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവെന്നുള്ള രീതിയിൽ പരിപാടിയുടെ സംഘാടനം എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. തീർച്ചയായും അത് പരിപാടി കണ്ട, ഈ വിഷയമൊക്കെ കണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം MT വാസുദേവൻ നായർ എന്ന ഒരു വലിയ സാഹിത്യകാരൻ്റെ 91ാം ജന്മവാർഷിക ദിനത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ്. സോ നമുക്കിവിടെ മനസ്സിലാവുന്നൊരു കാര്യം, രമേശ് നാരായൺ ഒരു അപമാനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തെറ്റായി ഉച്ചരിക്കുക. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വളരെ വലിയ സ്ഥാനം അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്. മലയാള സിനിമാ സംഗീതത്തിനും അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന ചിന്തയോടുകൂടി നിൽക്കുന്ന വേദനിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം. പക്ഷേ ആസിഫ് അലിയോട് കാണിച്ച അനീതിയുണ്ട്. നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസിഫ് അലിയിൽ നിന്ന് അദ്ദേഹം ആ പുരസ്കാരം സ്വീകരിക്കണമായിരുന്നു. ഇതിൽ ഏറ്റവും മാന്യമായ ഒരു കൺക്ലൂഷൻ എനിക്ക് ഫീൽ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റാണെങ്കിൽ പറയണേ, അതായത് ആസിഫ് അലിയിൽ നിന്ന് അദ്ദേഹം ആ പുരസ്കാരം ചിരിച്ചുകൊണ്ട് തന്നെ നേടുക, അത് കൈപ്പറ്റുക. അത് കൈപ്പറ്റിയതിന് ശേഷം മൈക്ക് ചോദിച്ച് വാങ്ങിക്കണം. അവിടെ വെച്ച് അദ്ദേഹത്തിന് പറയാം, എൻ്റെ പേര് സന്തോഷ് നാരായണൻ എന്നല്ല, എൻ്റെ പേര് രമേശ് നാരായണൻ എന്നാണ്. എന്നെ ഈ പരിപാടിക്ക് വിളിക്കുകയും എൻ്റെ പേര് തെറ്റായി പറയുകയും എന്നെ സമയത്ത് പുരസ്കാരം സ്വീകരിക്കാൻ നിങ്ങൾ വിളിക്കാതിരിക്കുകയും ചെയ്തത് എന്നോടുള്ള അപമാനമായി, അല്ലെങ്കിൽ എന്നെ അപമാനിക്കുന്നതായി ഞാൻ കണക്കാക്കുന്നു. അതിലെനിക്ക് അമർഷമുണ്ട് എന്ന് അദ്ദേഹത്തിന് അവിടെ വെച്ച് പറയാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹത്തിന് വ്യക്തമാക്കാവുന്നതാണ്. എന്തായാലും ഇന്നലെ കേരളം മുഴുവൻ ഒരു വലിയ ചർച്ച തന്നെയായിരുന്നു ആ ഒരു വിഷയം. അതിനെക്കുറിച്ച് ഒരുപാട് പേര് പല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആസിഫിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിനെ ഞാൻ കണ്ടു. എന്നാൽ അതേസമയം ആസിഫ് അത് അർഹിക്കുന്നു എന്നുള്ള രീതിയിലും ചില പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന പല പോസ്റ്റുകളിലും ഒരു വളരെ തീവ്രമായ വലതുപക്ഷ അനുഭാവം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് അത്തരം പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടത്. അതെന്താണ് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെയുള്ള കുറേ പോസ്റ്റുകൾ വന്നു. എന്തായാലും ഇന്ന് ആസിഫ് അലി സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം വളരെ മാതൃകാപരമായി ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എന്നോടുള്ള സ്നേഹസൂചകമായി എനിക്ക് ആശ്വാസമാവട്ടെ എന്ന് കരുതി പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത് എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സൂപ്പർ താരങ്ങൾക്ക് പോലുമുള്ള ഒരു മാതൃകയാണ് ആസിഫ് അവിടെ ചെയ്തത്. കാരണം ഓരോ സൂപ്പർ താരങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ താഴെ അവരെ മോശമാക്കി കാണിച്ചുകൊണ്ട് വേറെ കുറേ കമൻറ്റുകൾ വരാറുണ്ട്. അവർ മറ്റു പല ആളുകളുടെയും ആരാധകരെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ഒരാളോടുള്ള സ്നേഹം മറ്റേ ആളോടുള്ള ഹെയ്റ്റായി പരിണമിക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. അത് ആസിഫിനെ പോലൊരു വളരെ യങ്ങറായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി വളരെ യങ്ങറായിട്ടുള്ള ഒരു താരം ഒരു വേദിയിൽ വന്ന് പറയുകയാണ്. ആൻഡ് തലേ ദിവസം അദ്ദേഹത്തിന് ഏറ്റ മുറിവ്, എനിക്ക് അങ്ങനെ ഒരു വിഷമമേ ഉണ്ടായിട്ടില്ല എന്ന് ആസിഫ് പറയുന്നുണ്ട്. എനിക്കതിൽ വളരെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നത്, ഇപ്പം എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് പുള്ളി ഒറ്റയടിക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിന്നെ ഇത്ര നേരം സപ്പോർട്ട് ചെയ്താൽ നമ്മളൊക്കെ എന്ത് എന്ന് പറയുന്നൊരു ചിന്ത വരാമല്ലോ. പക്ഷേ തന്നോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിനെതിരെ ഇതൊരു ആക്രമണമായി മാറാൻ പാടില്ല എന്നുള്ളത്. വളരെ സങ്കടത്തോടു കൂടി രമേശ് നാരായണൻ അയച്ച മെസ്സേജും അദ്ദേഹത്തിനോട് ഫോണിൽ സംസാരിച്ചപ്പോഴുണ്ടായ കാര്യമൊക്കെ ആസിഫ് പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. എന്നേക്കാൾ ഇത്രയും എക്സ്പീരിയൻസ്ഡായ, ഇത്രയും പ്രായമുള്ള ഒരാൾ എന്നോട് മാപ്പ് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പക്ഷേ മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ളത് ഈ കാഴ്ച പുറത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ മാപ്പ് പറയാതിരിക്കേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും, എത്ര ഉയരത്തിൽ പറക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ എത്ര ചെറിയ ആളാണെങ്കിലും, നിങ്ങൾ എവിടെ നിൽക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ തെറ്റ് സംഭവിച്ചാൽ മാപ്പ് പറയുക, തുറന്ന് മാപ്പ് പറയുക. നല്ലത് ചെയ്താൽ അത് ആളുകൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് നിങ്ങളെ പുകഴ്ത്തുമായിരിക്കും. ഇന്നലെ ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് രമേശ് നാരായൺ എവിടെയെങ്കിലും എൻ്റെ പെരുമാറ്റം കൊണ്ട് ആസിഫ് അലിക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് നിരുപാധികം മാപ്പ് പറയുന്നു എന്നൊരു കാര്യം പറഞ്ഞെങ്കിൽ അതവിടെ തീർന്നേനെ, ആ വിഷയമേ അവിടെ അവസാനിച്ചു പോയേനെ. പക്ഷേ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആസിഫ് അങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വിഷ്വൽസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ന്യായീകരിക്കുമ്പോൾ അവിടെ ഒരാൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ചർച്ചയിലേക്ക് അത് പോവില്ലായിരുന്നു. ഞാൻ ഇങ്ങനൊരു മാനസികാവസ്ഥയിലായിരുന്നു, നിങ്ങൾ ആ വിഷ്വൽസ് മുഴുവൻ കണ്ടു നോക്കണം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എൻ്റെ ഒരു പെരുമാറ്റം കൊണ്ട് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിരുപാധികം ഞാൻ അയാളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ച് പുട്ടുപോലെ തീർന്നുപോയി. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ ന്യായീകരിച്ചു എന്നുള്ളതാണ്. സോ ആസിഫ് അലി പറയുന്ന ഇത്രയും വലിയൊരാൾ എന്നോട് മാപ്പ് പറയേണ്ടി വന്നു എന്ന് പറയുന്നത് അതൊരു ദുഃഖകരമായ കാര്യമല്ല, അതൊരു മാതൃകാപരമായ കാര്യമാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആസിഫ് അലി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മാപ്പ് പറച്ചിലിൽ
ഒതുങ്ങേണ്ട, അല്ലെങ്കിൽ മാപ്പ് പറച്ചിലേക്ക് നമ്മുടെ ഒരു ചർച്ചയുടെയൊക്കെ ഭാഗമായിട്ട് മാപ്പ് പറച്ചിലാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പോവേണ്ടിയിരുന്നൊരു വിഷയത്തിനെ ആളുകൾ ഏതൊക്കെ നിലയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അവിടെ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞനെ ക്യാൻസൽ ചെയ്യുന്ന ആളുകളെയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ മുഴുവൻ കണ്ടത്. ഒരുപാട് പ്രമുഖ ഗ്രൂപ്പുകളിൽ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ ആരാണ്, ഇയാൾ എവിടുന്ന് വന്നു, ഇയാളെ ഇപ്പോൾ 4 പേര് അറിഞ്ഞു എന്നൊക്കെ. ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നടത്തിയ ഒരു യാത്രയെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രൂപത്തിൽ കുറേ ആളുകൾ മുന്നോട്ട് വന്നത്. അതൊരിക്കലും ആസിഫ് അലിയുടെ സപ്പോർട്ടേഴ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആസിഫ് അലിക്ക് നേരിട്ട അനീതിക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ അനീതിയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പുറത്തുള്ള അയാൾ ഇനി വേണ്ട, അയാൾ ഇനി ഒന്നുമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുകയല്ലല്ലോ വേണ്ടത്. അതൊരു നല്ല ചർച്ച പോലും ആവുന്നില്ലല്ലോ. അതിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ് അതിൽ മതത്തിനെ കൊണ്ടുവന്നു എന്നുള്ളത്. ഈ മതം ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ ആ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നു പോയെന്ന് വിചാരിക്കും. ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും. ആരെങ്കിലും അവിടെ ആസിഫ് അലിയുടെ മതം ഏതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം ഏതാണ്, അല്ലെങ്കിൽ രമേശ് നാരായണൻ്റെ മതം എന്താണ്, അയാളുടെ രാഷ്ട്രീയ ചിന്ത എന്താണ് എന്ന് ചിന്തിക്കുമായിരുന്നു. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ മതം അവിടെ പ്രസൻ്റ് ആവുകയാണ്, പ്രസൻസ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ മതത്തിൻ്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ചകൾ ഉണ്ടാകുന്നത്. കേരളം സമാധാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ആരാധനാലയത്തിൽ ഒരു പ്രശ്നം വരുന്നു, അപ്പം തന്നെ മതം ഇടപെടുന്നു. മതത്തിൻ്റെ പേരിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളോട് അങ്ങനെ, നിങ്ങളോട് ഇങ്ങനെ, ഇതാണ് പ്രശ്നമായിട്ട് മാറുകയാണ്. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കും. അപ്പോൾ പറയും നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോൾ മരിക്കുമല്ലോ, മരിച്ചിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോണ്ടല്ലോ അവിടെ നമ്മുടെ കണക്കപ്പിള്ളി ഇരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കാണ്, നിങ്ങൾ അങ്ങനെ അനുഭവിക്കേണ്ടി വരും, ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇവർക്ക് ഈ ആചാരങ്ങൾ നിലനിർത്താൻ പറ്റുള്ളൂ. ആ വഴിക്ക് ആളുകളുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ വേരൂന്നാൻ മതങ്ങൾക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ പല വഴിയിലും നടത്തിക്കൊണ്ടിരിക്കും. യങ്സ്റ്റേഴ്സിനെ ഇപ്പോൾ ആകർഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മീഡിയ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് കുറേ നാൾ മുമ്പ് സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ ഉപയോഗിക്കുന്നത് അപകടകരമാണ്, നമ്മൾ മറ്റേ കത്തിപ്പോകുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങിയിട്ടാണ് മതപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇൻജെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിന് വലിയ ഫോളോവേഴ്സിനെ അവിടെ കിട്ടുന്നുമുണ്ട്. അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ യുവജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് നേരെ അങ്ങോട്ട് വരികയാണ്. മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ വന്നു, അപ്പോൾ ഉടനെ ഇവൻ സംഖ്യയാണ് എന്ന് പറയുന്നു. മമ്മൂട്ടിയുടെ ഒരു നല്ല സിനിമ വന്നു, ഇവൻ സുഡാപ്പിയാണെന്ന് പറയുന്നു. ഇനി മമ്മൂട്ടിയുടെ ഒരു സിനിമ പോരാന്ന് പറയുന്ന സംഖ്യക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. നിങ്ങൾ സംഖ്യയാണോ സുഡാപ്പിയാണോ അല്ലെങ്കിൽ കമ്മിയാണോ കൊങ്ങിയാണോ അതൊക്കെ നിങ്ങളുടെ വിഷയമാണ്. പക്ഷേ നിങ്ങൾ ആർട്ടിസ്റ്റിനെ മതവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ അവതരിപ്പിക്കുന്നില്ലാതെ ഒരു സാധാരണ ഒരു സിനിമ, ആ സിനിമയ്ക്കകത്ത് ഇന്ന നടൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ, മാത്രമല്ല വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമല്ലേ. സിനിമ അത്തരം പ്രൊപ്പഗാൻഡ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് മനസ്സിലാക്കണം, ചോദ്യം ചെയ്യണം. ആസ് എ പ്രേക്ഷകൻ, ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, ഇവിടെ അങ്ങനെ ഒരു സാധനം ചിലവാക്കാൻ വരുന്നവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ അങ്ങനെ അല്ലാത്ത ഘട്ടത്തിൽ അത് അപകടകരമായൊരു പ്രവണതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ, അവരുടെ പോസ്റ്ററുകൾ ഒക്കെ റിലീസാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ന പടമൊന്നും വേണ്ട, ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരാളെ പൊക്കിക്കഴിഞ്ഞാൽ ഉടനെ വരും ഇത്തരം വിളികളും ചർച്ചകളും ഒക്കെ ആയിട്ട്. സോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങളുടെ ഭാഗമായി നമ്മുടെ കൂടി ഭാഗമായി ചേരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കപട മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഇങ്ങനെ കണക്കിലെടുക്കരുത് എന്നൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. ഈ ഒരു വിഷയമൊക്കെ അതും ആസിഫ് അലി അത് പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചു. അത് വളരെ വലിയൊരു കാര്യമാണ്, മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഇതിന് മുമ്പ് മമ്മൂക്കയുടെ സിനിമ ഇറങ്ങുന്ന സമയത്തും ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എന്തിനാണ് മതത്തിനെ ആർട്ടിസ്റ്റുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് എന്ന് ഇവർ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരത് ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം എന്നെ സംബന്ധിച്ച് മതത്തിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് ആർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഏത് ഈശ്വരനേക്കാളും മുകളിൽ തന്നെയാണ്. പല ആളുകളും പറയും മറ്റേ ദൈവീകമായ ആനന്ദത്തിലേക്കൊക്കെ എത്തി എന്നുള്ളത്. അങ്ങനെ ഒരു ടോപ്പ് പോയിന്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിങ്ങൾ വേറൊന്നും ചിന്തിക്കാതെ എത്തുന്നൊരു മൊമെൻറ്റിൽ സംഭവിക്കുന്നതാണ്. ആ മൊമെൻറ്റ് നമ്മുടെ മനുഷ്യ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും. അതിങ്ങനെ പോയി ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വിടും. നിങ്ങൾ മാത്രമായിട്ട് ഒരു സ്പേസിലുള്ള ഒരു പോയിൻ്റ് പോലെ ഇങ്ങനെ വരും. അത്തരം ഒരു മൊമെൻറ്റിൽ നമ്മൾ അനുഭവിക്കുന്ന എക്സ്റ്റസി എന്നൊക്കെ പറയാമോ എന്നറിയില്ല, അങ്ങനെ ഒരു ഫീലുണ്ട്. ആ ഫീൽ ആർട്ടാണ് നിങ്ങൾക്ക് കൊണ്ടു തന്നത്. അവിടെ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് തന്നൊന്നുമല്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ ആ ഒരു മൊമെൻറ്റിനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ചിന്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണത്. അതൊരു ആർട്ടിസ്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്, ഒരു ആർട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. എന്നെ സംബന്ധിച്ച് ഏത് മതത്തിനും മുകളിലാണ് ആർട്ട്, ഏത് ദൈവത്തിന് മുകളിലാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കേവലം മതത്തിലേക്ക്
കൂട്ടിക്കെട്ടി അതിനെ ആ രീതിയിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. സോ ഈ ഒരു വിഷയത്തിൽ വൈകിയാണെങ്കിലും മാപ്പ് പറഞ്ഞ രമേശ് നാരായൺ അദ്ദേഹത്തിൻ്റെ മാപ്പ് പറയാനുണ്ടായ മനസ്സിനെ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഇനിയും ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ ഒരു കാര്യവും അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിപത്തിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ച മൈ ഡിയർ ആസിഫ് അലി, താങ്കളോടൊരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.